നമ്മുടെ ഈ കൊച്ചു ബഹ്റൈൻ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ ഒരു കാലം ഉണ്ടായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സംഗീത ഇതിഹാസം സാക്ഷാൽ മൈക്കൽ ജാക്സൺ സനദിലെ തെരുവുകളിലൂടെ നടന്നിരുന്ന ആ കാലം. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അമേരിക്കയിലെ കൂറ്റൻ സ്റ്റേഡിയങ്ങളും ആയിരക്കണക്കിന് ആരാധകരുടെ ആരവങ്ങളുമാണ്. എന്നാൽ ബഹ്റൈനിലെ മണലാരണ്യത്തിൽ ഒരു മണൽത്തരി പോലെ നിശബ്ദനായി അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിവാദങ്ങളുടെയും വേട്ടയാടലുകളുടെയും ഇടയിൽ നിന്ന് തളർന്നുപോയ ഒരു മനുഷ്യൻ സമാധാനം തേടി നമ്മുടെ മണ്ണിലേക്ക് എത്തിയ ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അമേരിക്കയിലെ നീണ്ട കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് 2005 കുറ്റവിമുക്തനായെങ്കിലും അദ്ദേഹം ശാരീരികമായും മാനസികമായും തകർന്നിരുന്നു. പുറത്തിറങ്ങിയാൽ ക്യാമറ കണ്ണുകളുമായി മാധ്യമങ്ങൾ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കി. ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ജെർമെയിൻ ജാക്സൺ രക്ഷകനായി എത്തുന്നത്. നേരത്തെ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ബഹ്റൈൻ രാജകുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന ജെർമെയിനാണ് മൈക്കൽ ജാക്സണോട് പറയുന്നത്, ബഹ്റൈനിലേക്ക് വരൂ, ഇവിടെ നിനക്ക് ആരും നൽകാത്ത സ്വകാര്യതയും സമാധാനവും ലഭിക്കുമെന്ന്. അങ്ങനെ ബഹ്റൈൻ രാജകുടുംബത്തിലെ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫയുടെ ക്ഷണപ്രകാരം MJ ഒരു സ്വകാര്യ വിമാനത്തിൽ ബഹ്റൈനിലെത്തി. മൈക്കൽ ജാക്സൺ ബഹ്റൈനിൽ താമസിച്ചിരുന്ന കാലത്താണ് അദ്ദേഹം ഇസ്ലാം മതത്തോട് കൂടുതൽ അടുക്കുന്നതും മതം മാറുന്നതുമായ വാർത്തകൾ ലോകം ചർച്ച ചെയ്യുന്നത്. തന്റെ സഹോദരൻ ജെർമെയിനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചെന്നും മിഖായേൽ എന്ന പേര് സ്വീകരിച്ചെന്നും അക്കാലത്ത് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ബഹ്റൈനിലെ ശാന്തമായ അന്തരീക്ഷം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. നമ്മൾ പ്രവാസികൾ കടന്നു പോകുന്ന സനദിലെ തെരുവുകളിലൂടെയും ഷോപ്പിംഗ് മാളുകളിലൂടെയും MJ അങ്ങ് നടന്നിരുന്നു. ആരും തിരിച്ചറിയാതിരിക്കാൻ അദ്ദേഹം പലപ്പോഴും ധരിച്ചിരുന്നത് അബായയായിരുന്നു. മുഖം മറച്ച് കണ്ണട വെച്ചൊരു സാധാരണ അറബി സ്ത്രീയെ പോലെ അദ്ദേഹം കടകളിൽ കയറിയിറങ്ങി. ഒരു ലോക രാജാവിനെ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ നമ്മുടെ ബഹ്റൈൻ അവസരമൊരുക്കി. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് വീണ്ടും ബഹ്റൈൻ പ്രവാസികൾക്കിടയിൽ മൈക്കൽ ജാക്സൺ ഒരു ചർച്ചാ വിഷയമാകാൻ കാരണമുണ്ട്. അത് അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ജാഫർ ജാക്സൺ ആണ്. അന്ന് മൈക്കലിനൊപ്പം ബഹ്റൈനിലെ ആ വില്ലയിൽ താമസിച്ചിരുന്ന ചെറിയ കുട്ടി ഇന്ന് വളർന്ന് വലിയൊരു താരമായിരിക്കുന്നു. മൈക്കൽ ജാക്സൺ ബയോപിക്കിൽ മൈക്കലായി വേഷമിടുന്നത് ജാഫറാണ്. ജാഫറിന്റെ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഇന്നും ആ പഴയ മൈക്കൽ ജാക്സൺ ഉണ്ട്. മൈക്കൽ ജാക്സൺ എന്ന ആഗോള പ്രതിഭാസത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ശാന്തമായ ഒരു അധ്യായത്തിനാണ് നമ്മുടെ ബഹ്റൈൻ സാക്ഷ്യം വഹിച്ചത്. പ്രതിസന്ധികളിൽ തളർന്ന ഒരു കലാകാരന് ലോകം നൽകാത്ത സുരക്ഷിതത്വവും ഏകാന്തതയും ഈ മണ്ണ് സമ്മാനിച്ചു.